ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മണ്ട. സ്വർലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മണ്ട. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. ആനന്ദകാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സകല ലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തു യേശുവിൻ്റെ പാദപീഠത്തിൽ ആ തിരുവചനവുമായി നിൽക്കുവാൻ കർത്താവ് എന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ഒരവസരം കൂടി കർത്താവ് തന്നു. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരവും അത് ഇന്ന് നാം നഷ്ടമാക്കി കളഞ്ഞാൽ പിന്നീട് തിരിച്ചു പിടിക്കാവുന്നതല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു ഇന്ന് എന്നെ സന്ദർശിക്കുന്ന ദിവസമായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു അത്യന്തം വിസ്മയിച്ചു. അവൻ സകലതും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് ഒരു വിക്കനായ ചെകിടനെ സൗഖ്യമാക്കുന്ന കാര്യമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. അവൻ വീണ്ടും സോരിൻ്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. അവൻ വീണ്ടും സോറിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. സോർ സീദോൻ ദേശത്ത് കർത്താവായ യേശുക്രിസ്തു ഒരു ഭൂതഗ്രസ്തയായ ഒരു മകളെ, സുറഫൈക്കാസ് ജാതിക്കാരിയായ ഒരു അമ്മയുടെ മകളെ സൗഖ്യമാക്കി. അതിനുശേഷം കർത്താവ് ആ ദേശം വിട്ട് ദക്കപ്പലി ദേശത്തിൻ്റെ നടുവിലൂടെ കടന്നു വരികയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ദക്കപ്പലി എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളുള്ള ഒരു സ്ഥലം.
ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. കർത്താവായ യേശുക്രിസ്തു കുറേ നാളുകൾക്ക് മുമ്പ് ആദ്യമായി ദെക്കപ്പൊലി ദേശത്ത് കടന്നു ചെന്നതാണ്. ലഗ്യോൻ ബാധിച്ച ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ആ നാട്ടിലുള്ള ഒരു പറ്റം ആളുകൾ ആ നാട്ടിൽ നിന്നേ പുറത്താക്കി കളഞ്ഞു. യേശുക്രിസ്തുവിന് അവിടെ പ്രവർത്തിക്കാൻ പിന്നീട് അവസരമുണ്ടായില്ല. എന്നാൽ യേശുക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ച ആ ഭൂതഗ്രസ്തൻ ആ ദേശമൊക്കെയും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസിദ്ധപ്പെടുത്തിയെന്ന് നാം വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നാം ആ ഭാഗങ്ങളെല്ലാം കാണുന്നത്. നാളുകൾക്ക് ശേഷം യേശുക്രിസ്തു വീണ്ടും ആ ദെക്കപ്പൊലി ദേശത്തൂടെ നടന്നു വരികയാണ്. ആ ദെക്കപ്പൊലി ദേശം 10 പട്ടണങ്ങളുള്ള ഒരു സ്ഥലമാണ്. ദരിദ്രരായ ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്. യഹൂദന്മാരുടെ കൂട്ടത്തിൽ 4 കാറ്റഗറി ആളുകളുണ്ട്. ഒന്ന് ബാബിലോണിയൻ യഹൂദന്മാർ. അവർ ബാബിലോണിൽ താമസിക്കുന്നവരാണ്. അവർ ധനികരാണ്, ഹൈ സൊസൈറ്റി ലൈഫ് നടത്തുന്നവരാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. യെരുശലേം ദേവാലയത്തിലെ ഉത്സവങ്ങൾക്കുള്ള പണം എല്ലാം നൽകുന്നത് ഈ ബാബിലോണിയൻ യഹൂദന്മാരാണ്. അതിന് താഴെ ഉള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഇസ്രായേൽ ദേശത്ത് തന്നെ താമസിക്കുന്നവർ. അവർ യാതൊരു സാഹചര്യത്തിലും ആ ഇസ്രായേൽ ദേശം വിട്ടു പോയിട്ടില്ല. അവരെക്കുറിച്ച് അവർ പറയുന്ന എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് അവകാശപ്പെടുന്നവരാണ്. അതിൻ്റേതായ ഒരു പ്രൗഡും അവർക്കുണ്ട്. മൂന്നാമത്തെ കൂട്ടരാണ് കച്ചവടങ്ങൾക്കും മറ്റുമായി ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ. അവർ പല സ്ഥലങ്ങളിലായി ജീവിക്കുന്നു. ഡയസ്പറ ജ്യൂസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പാർക്കുന്നവരാണവർ. അങ്ങനെ 3 കൂട്ടം യഹൂദന്മാർ. എന്നാൽ 4ാമത്തെ കൂട്ടം ഹെലനിക് ജ്യൂസ് എന്നറിയപ്പെടുന്ന അവർ ഏറ്റവും താണ നിലവാരത്തിലുള്ളവരാണ്. അവർ താമസിക്കുന്നതാണ് ഈ ദെക്കപ്പൊലി ദേശം. ഈ ദെക്കപ്പൊലി ദേശം ഗ്രീക്ക് റോമൻ ഭരണത്തിന് കീഴിലുള്ളതാണ്. ഗ്രീക്കുകാരുടെ ക്ഷേത്രങ്ങളെല്ലാം നിറഞ്ഞ ഒരു സ്ഥലം. അവിടെ ഒരു ആത്മീയ ശുശ്രൂഷയോ ഒരു ദൈവിക കൃപയോ ഒന്നും നടക്കാത്ത സ്ഥലം. ഒരു യഹൂദ റബിമാരോ പരീശന്മാരോ പുരോഹിതന്മാരോ ഒന്നും ഒരിക്കൽ പോലും കടന്നു ചെല്ലാത്ത സ്ഥലം. അധകൃതരായി, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരായി, എല്ലാവരാലും വെറുക്കപ്പെട്ടവരായി, ആരാധനാ സ്ഥലത്ത് കടന്നു വരാൻ അർഹതയില്ലാത്തവരായി, ദരിദ്രരായ ആളുകൾ, ആരും സഹായമില്ലാതെ, ദൈവശക്തി എന്തെന്നോ ദൈവ സാന്നിധ്യം എന്തെന്നോ ഒന്നും തിരിച്ചറിയാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ദേശത്താണ് അന്ന് കർത്താവായ യേശുക്രിസ്തു കടന്നു ചെന്ന് ആ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത്. അന്ന് ആ ദേശത്തുള്ള അനേകം ജനങ്ങൾ, പാവപ്പെട്ട അനേകർ ആഗ്രഹിച്ചു, ഈ കർത്താവ് ഞങ്ങളുടെ അടുക്കിലേക്കും ഒന്ന് വന്നിരുന്നെങ്കിൽ, ഞങ്ങളെയും ഒന്ന് സൗഖ്യമാക്കിയിരുന്നെങ്കിൽ, ഞങ്ങളുടെ സ്ഥിതി ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിലെന്ന്. എന്നാൽ അന്ന് ലഗ്യോൻ ബാധിച്ച ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ട ഭൂതങ്ങൾ പന്നിക്കൂട്ടത്തിലേക്ക് ചെന്ന് ആ പന്നിക്കൂട്ടമെല്ലാം കടുംതൂക്കത്തൂടെ കടലിലേക്ക് ചാടി വീർപ്പുമുട്ടി ചത്തു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ആ പന്നികളെ വളർത്തിയിരുന്ന ആളുകൾ ആണ് കർത്താവായ യേശുക്രിസ്തുവിനെ ദേശം വിട്ടു പോകുവാൻ തക്കവണ്ണം അവിടുന്ന് പുറത്താക്കി കളഞ്ഞത്. എന്നാൽ ഈ ജനം നാളുകളായി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ ആ ദേശത്തെ സന്ദർശിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ അത്ഭുത പുരുഷൻ്റെ ആ ഒരു ഓർമ്മ അവരുടെ ഹൃദയത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ കർത്താവ് ആ ദേശത്തിൻ്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല, ആരോട് സംസാരിച്ചില്ല, ഒരത്ഭുതവും അവിടെ പ്രവർത്തിച്ചില്ല. ആ ദേശത്തിൻ്റെ നടുവിലൂടെ കടന്ന് ഗലീല കടൽപ്പുറത്തേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. നാം പലപ്പോഴും ഓർക്കും, ഒരിക്കൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെന്നെത്തുവാനും ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുവാനും കർത്താവിങ്കിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരായിരിക്കാം. എന്നാൽ പിന്നീട് ആ ദൈവ സാന്നിധ്യമെല്ലാം നഷ്ടപ്പെട്ട് കർത്താവിൻ്റെ ആ സഖിത്വം ഇല്ലാതെ, വരണ്ടുണങ്ങിയതായി, ദൈവിക സന്ദർശനമില്ലാതെ, സ്തുതിയില്ലാതെ, ആരാധനയില്ലാതെ, നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മെ കാണുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെല്ലാം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും നമ്മെ മറന്നു കളയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ വീണ്ടും സന്ദർശിക്കുന്നവനാണ്. ഒരുപക്ഷെ വീണ്ടും അവൻ നമ്മെ സന്ദർശിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, കർത്താവ് എന്നെ മറന്നുപോയോ, അവൻ എന്നെ കടന്നു പോവുകയാണോ, അനേകർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്ത് പോകുന്ന കർത്താവ് എന്നെ മറന്നുപോയോ എന്നുള്ള ആ ഒരു വേദനയോടെ നിലവിളിക്കുന്നവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ
ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സമയം, ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സന്ദർശന സമയമുണ്ട്. ആ സന്ദർശന സമയത്ത് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരിക തന്നെ ചെയ്യും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ ഈ ദെക്കപ്പൊലി ദേശത്തൂടെ കടന്ന് ഗലീല കടൽപ്പുറത്ത് വന്നു. കർത്താവ് അവിടെ വന്നു എന്നറിഞ്ഞപ്പോൾ ആ ദെക്കപ്പൊലി ദേശത്തുള്ള ജനങ്ങളെല്ലാം ഓടിക്കൂടി. ആവശ്യക്കാർ അനേകർ, രോഗബാധിതർ അനേകർ, വിടുതൽ ആഗ്രഹിക്കുന്നവർ അനേകർ, ദരിദ്രരായവർ അനേകർ അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി. അവരുടെ കൂട്ടത്തിൽ ഒരുവൻ, ദൈവത്തിന് സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. സ്തോത്രം. അവിടെ ആ കൂട്ടത്തിൽ നിന്ന് അവർ വിക്കനായ ഒരു ചെകിടനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ആവശ്യപ്പെടുന്നു, നീ അവനെ ഒന്ന് തൊടണം, അവനെ സൗഖ്യമാക്കണമെന്ന്. ആ ജനം ആഗ്രഹിക്കുന്നത് ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ഇവിടെ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കണം. എന്നാൽ ഈ ഗലീല കടൽപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പറ്റം ആളുകൾ കർത്താവായ യേശുക്രിസ്തു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കണ്ട് അവർക്ക് അതിലൊന്നും അത്ര വലിയ ഗൗരവമില്ലാതെ ഇതെല്ലാം ഒരു വിനോദം പോലെ കാണുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അതിനൊന്നും ആ ദൈവിക പ്രാധാന്യം കൊടുക്കുകയോ ആരാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അറിയുകയോ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് തൻ്റേതായ രീതികളുണ്ട്. നാം ഒരിക്കലും വിചാരിക്കരുത് കർത്താവ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു, അതുപോലെ എൻ്റെ ജീവിതത്തിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ അനേകർക്ക്, എൻ്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക്, ഈ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്ന അനേകർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, അവരുടെ ജീവിതം അഭിവൃദ്ധിയാകുന്നു, അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായി അടയാളങ്ങൾ ലഭിക്കുന്നു. ഞാൻ മാത്രം ഇങ്ങനെ തഴയപ്പെട്ടവനായി, അവഗണിക്കപ്പെട്ടവനായി, ഒരിക്കലും ഒരു ഉയർച്ച ലഭിക്കാത്തവനായി ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുകയാണോ എന്നുള്ള നിരാശയോടെ നിൽക്കുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ എനിക്കൊരു സമയമുണ്ട്. ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട ഒരു സമയം. ഞാൻ ഒരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ഒരിക്കലും ഓർക്കാതിരുന്നിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ എന്നും നീ ഉണ്ടായിരുന്നു. നിന്റെ ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഞരക്കങ്ങളും എല്ലാം ഞാൻ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അടഞ്ഞ അധ്യായങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ വരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ആ ദെക്കപ്പൊലി ദേശത്തൂടെ ഒന്നും മിണ്ടാതെ നടന്നു പോയപ്പോൾ കർത്താവ് അവിടെ പറയാതെ പറഞ്ഞ കാര്യമുണ്ട്. ഞാനിതാ വരുന്നു, നീ ഒരുങ്ങിയിരിക്കുക, നിന്റെ അത്ഭുതവാൻ ഞാൻ വരുന്നു, നിന്നെ വിടുവിക്കുവാൻ ഞാൻ വരുന്നു, ഒരുങ്ങിയിരിക്കുക എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം ഒരുങ്ങിയിരിക്കുന്നവരാണോ? കർത്താവിൻ്റെ സന്ദർശനം നമ്മുടെ ഹൃദയത്തിൽ കിട്ടുവാൻ വേണ്ടി നമുക്ക് ആ ഒരുക്കമുണ്ടോ? നമുക്ക് ആ ജാഗ്രതയുണ്ടോ? യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കും ഒന്ന് കടന്നു വരയണമേ, എന്നെയും ഒന്ന് തൊടയണമേ, എനിക്കും നിന്റെ ഒരു സ്പർശനം വേണം കർത്താവേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നാം ചേർന്നിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആണിപ്പാടുള്ള കരം ഇന്ന് താണിറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ചെകിടനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഊമനും ചെകിടനുമായവനെ കൊണ്ട് നിർത്തിയിട്ട് ആ ജനം പറയുകയാണ് ഇവനെ ഒന്ന് തൊടയണമെന്ന്. എന്നാൽ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. കർത്താവായ യേശുക്രിസ്തു ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ല. കർത്താവ് ചെയ്തത് അവനെ വേറിട്ട് കൊണ്ടുപോയി ആ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് മാറ്റി നിർത്തി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തൻ്റേതായ രീതിയുണ്ട്. വ്യത്യസ്തമായ ഒരു രീതിയുണ്ട്. ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ കർത്താവിൻ്റെ ആ സ്പർശനമേൽക്കാൻ കർത്താവിനറിയാം എങ്ങനെ വേണം, എവിടെ വേണമെന്ന്. ഈ മനുഷ്യൻ ഊമനായിരുന്നു, അവൻ ചെകിടനായിരുന്നു, അവൻ ഒരിക്കലും കേട്ടിട്ടില്ല, അവൻ്റെ ചെവി തുറന്നിട്ടില്ല. ഒരുപക്ഷെ ആ ദേശം, ദെക്കപ്പൊലി ദേശം, ദൈവിക സന്ദർശനമില്ലാതെ 400 വർഷത്തോളം ആ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ഒരു പുരോഹിതനോ ഒരു പരീശനോ ഒരു ശാസ്ത്രിയോ ഒരു യഹൂദ റബ്ബിയോ ഒരിക്കലും കടന്നു ചെല്ലാത്ത സ്ഥലം, വിഗ്രഹാരാധന നിറഞ്ഞു നിന്ന സ്ഥലം, ദൈവസാന്നിധ്യം എന്തെന്ന് അറിയാതെ ജീവിച്ച സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിച്ച മാതാപിതാക്കളുടെ മകനായി ജനിച്ചവനാണ് ഈ ഊമനും ചെകിടനുമായവൻ. അവൻ ഗർഭത്തിൽ തന്നെ വൈകല്യമുള്ളവനായി, വൈകൃതമുള്ളവനായി ജനിച്ചു. എന്നാൽ ആ വൈകൃതം അത് വെറുതെയല്ല, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരുന്നു.
അവൻ്റെ ആ വൈകല്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിൽ പല ബലഹീനതകളുണ്ടാകാം, പല പോരായ്മകളുണ്ടാകാം, പല ഡിഫക്റ്റുകളുണ്ടാകാം. പക്ഷേ അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി തന്നെയായിരിക്കും. ആ ദൈവിക സന്ദർശനം നമുക്ക് ലഭിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. ഒരിക്കലും കർത്താവായ യേശുക്രിസ്തു എന്നെ ഒന്ന് കാണുന്നില്ലല്ലോ, എന്നെ ഒന്ന് തൊടുന്നില്ലല്ലോ, അവൻ എന്നെ കടന്നു പോവുകയാണല്ലോ എന്ന നിരാശയുടെ ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിരാശയുടെ ചിന്ത വരുമ്പോൾ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. നിരാശ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ദുഷ്ടനായ പിശാചാണ്. ആ രക്ഷകനായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നാം ഒരിക്കലും കടന്നു ചെല്ലാതിരിക്കാൻ, ആ രക്ഷകനിൽ ആശ്രയിക്കാതിരിക്കാൻ, അന്ധകാരത്തിൻ്റെ, നിരാശയുടെ അന്ധകാരം നമ്മുടെ ഹൃദയത്തിൽ കുത്തി നിറയ്ക്കാൻ, നമ്മെ എന്നും ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയാൻ ശ്രമിക്കുന്നവനാണ് ദുഷ്ടനായ പിശാച്. എന്നാൽ അവിടെയും ആ പിശാച് എത്രത്തോളം നമ്മെ തകർത്ത് കളയാൻ നോക്കുമ്പോഴും നമ്മെ വിടുവിക്കാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വിടുവിക്കുന്ന കരത്തിൻ്റെ, ആ വലിച്ചെടുക്കുന്ന കരത്തിൻ്റെ, അധമ പാതാളത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, നാശക്കുഴിയിൽ നിന്ന്, അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് വലിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി, സ്തുതി എന്തെന്നും ദൈവസാന്നിധ്യം എന്തെന്നും അറിയില്ലാത്തവരുടെ നാവിൽ കർത്താവേ നിനക്ക് സ്തുതി എന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ നാവിൽ സ്തുതി വരച്ചു കൊടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തു എൻ്റെയും ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ദൈവിക സന്ദർശനമില്ലാത്ത ദക്കപ്പൊലി ദേശം പോലെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതെ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയാതെ, അന്ധവിശ്വാസങ്ങളിലും അബദ്ധാചാരങ്ങളിലും വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിലും ജീവിച്ചിരുന്ന എന്നെ തേടി വന്ന ആ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്നെപ്പോലെ ഒരു നികൃഷ്ടയും നീചയും അഹങ്കാരി നിഗളിയുമായ ഒരു സ്ത്രീക്ക് ഒരു മാനസാന്തരം നൽകുവാൻ കർത്താവ് എൻ്റെ ഈ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ അവൻ മനസ്സായെങ്കിൽ എന്നോളം മഹാപാപിയും ദുഷ്ടയുമായി ഈ ലോകത്ത് ആരും കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു എനിക്കൊരു മാനസാന്തരം തരുവാൻ. എന്നാൽ അവൻ എന്നെയും സന്ദർശിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെയും ചെവികളെ ഈ ചെകിടൻ്റെ ചെവി തുറന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചതുപോലെ അവൻ എൻ്റെയും ചെവികളെ തുറന്നു. ഈ ജീവൻ്റെ വചനം കേൾക്കുവാൻ എൻ്റെ നാവിലും സ്തുതി വരച്ചു തന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആവശ്യക്കാരെ സന്ദർശിക്കാൻ, അടഞ്ഞ ചെവികളെ തുറക്കുവാൻ, അടഞ്ഞ വായെ തുറക്കുവാൻ, നാവിൻ്റെ കെട്ടഴിച്ച് നാവിൽ സ്തുതി വരച്ചു തരാൻ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഇവനെ വേറിട്ട് കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ ദക്കപ്പൊലി ദേശത്ത് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, അല്ല ഒരു അബദ്ധ ആചാരം ഉണ്ടായിരുന്നു. അവരുടെ ഒരു വിശ്വാസമായിരുന്നു റബിമാരായവർ, അധികാരമുള്ള റബിമാരായവർ, ഉപവസിക്കുന്ന റബിമാരായവർ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വചനം പൊരുൾ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് തുപ്പൽ ദേഹത്ത് വീണാൽ ആ തുപ്പലിന് രോഗസൗഖ്യത്തിൻ്റെ ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ആ ദക്കപ്പൊലി ദേശത്തുണ്ടായിരുന്നത്. ഈ കാര്യം കർത്താവിനറിയാം. അങ്ങനെ ഒരു കാര്യം ആ ദേശത്തുണ്ട് എന്നും ആ ജനം അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നും. ഇവൻ ചെകിടനാണ്, അവൻ ഒന്നും കേട്ടിട്ടില്ല, അവൻ ഊമനാണ്, ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എന്നാൽ അവൻ കണ്ടറിഞ്ഞ, അവൻ്റെ ഉള്ളിൽ വിശ്വാസമായി തീർന്ന ഈ ഒരു കാര്യം, തുപ്പലേറ്റാൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട് എന്ന ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുള്ളത് കർത്താവ് അറിഞ്ഞിരുന്നു. കർത്താവ് വിരലിട്ട് അവൻ്റെ ചെവിയെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. ജീവനായകൻ കർത്താവായ യേശുക്രിസ്തു, ജീവൻ നൽകുന്നവൻ, അടഞ്ഞിരിക്കുന്ന ചെവികളിലേക്ക് തൻ്റെ വിരലുകളിട്ടു, ആ ചെവിയെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ കൈകളിലേക്ക് തുപ്പി ആ തുപ്പൽ അവൻ്റെ നാവിൽ തേച്ചു. ദൈവത്തിന് സ്തോത്രം. ആ നിമിഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വിരൽ തുമ്പ് അവൻ്റെ നാവിൽ തൊട്ട ആ സമയം, ദൈവത്തിന് സ്തോത്രം, അവിടെ ആ നാവിൻ്റെ കെട്ടഴിഞ്ഞു. കെട്ടഴിക്കാൻ അധികാരമുള്ളവൻ തൊട്ടപ്പോൾ കെട്ടഴിഞ്ഞു. ആർക്കെല്ലാം ഇന്ന് എൻ്റെ കെട്ടഴിഞ്ഞു കിട്ടണം, ഇന്നെൻ്റെ ചെവി തുറന്നു കിട്ടണം, എനിക്കും ഈ ജീവൻ്റെ വചനം കേൾക്കണം, യേശുക്രിസ്തുവിൻ്റെ ജീവമൊഴികൾ എനിക്കും കേൾക്കണം, ഈ ജീവൻ തന്നവനെ എനിക്കും സ്തുതിക്കണം, എൻ്റെ ദൈവത്തിന് സ്തോത്രം, അവനെ എൻ്റെ ഹൃദയത്തിലേക്കും സ്വീകരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കെല്ലാം തൊടുവാൻ അവൻ ഇന്ന് വന്നിട്ടുണ്ട്.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിനറിയാം എവിടെയാണ് നമ്മുടെ പോരായ്മ, എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റിക്കിടക്കുന്നത്. മനുഷ്യർ നോക്കുമ്പോൾ അവർക്ക് തോന്നും സംതിങ് റോങ് സംവെയർ. അത്രയേ മനുഷ്യർക്കറിയാവൂ. എവിടെയോ താളം തെറ്റിയിട്ടുണ്ട്. അവൻ്റെ സംസാരത്തിൽ താളം തെറ്റിയിട്ടുണ്ട്, അവൻ്റെ ജീവിതചര്യകളിൽ താളം തെറ്റിയിട്ടുണ്ട്, അവൻ്റെ ഇടപെടലുകളിൽ താളം തെറ്റിയിട്ടുണ്ട്, അവൻ്റെ പണത്തിൻ്റെ വിനിമയ മാർഗങ്ങളിൽ താളം തെറ്റിയിട്ടുണ്ട്. എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. എന്നാൽ കൃത്യമായി അറിയാവുന്നവൻ ജീവനുള്ള ദൈവം. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എവിടെയാണ് നമ്മുടെ പോരായ്മ എന്ന് കൃത്യമായി അറിയുന്ന യേശു, അവിടെ തന്നെ തൊടുന്ന യേശു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം നമ്മുടെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി കൊടുക്കാം. കർത്താവെ, എന്നെയും ഒന്ന് തൊടണമേ, എൻ്റെ ചെവികളെയും ഒന്ന് തുറക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം വാക്യം നമുക്ക് വായിക്കാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് നമ്മുടെ നാവുകളെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ നാവിൻ്റെ കെട്ടഴിക്കുന്നത്? എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ചെവികളെ തുറക്കുന്നത്, നമ്മുടെ നാവിൻ്റെ കെട്ടഴിക്കുന്ന തളർന്നിരിക്കുന്ന അനേകരെ വാക്കുകൊണ്ട് താങ്ങാൻ? സദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെയെന്ന്. ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, അതിഭയങ്കരമായ നിരാശയിലൂടെ ഇനി എനിക്കൊരു വിടുതലില്ല, ഇനി എനിക്കൊരു ഭാവിയില്ല, എൻ്റെ ഭാവിയെല്ലാം അടഞ്ഞുപോയി, ഇനി എനിക്ക് പ്രത്യാശയ്ക്ക് വകയില്ല, നാളെ എന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ അടുക്കലേക്ക് നിനക്കൊരു ഭാവിയുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഭാവി തരുവാൻ ഒരുത്തൻ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, അവൻ തകർക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു തകർക്കപ്പെട്ടത് നമ്മൾക്ക് ഭാവി തരാൻ വേണ്ടിയാണ്. അന്ധകാരത്തിൽ കിടന്ന നമ്മെ ആ നിത്യപ്രകാശത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ്. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു തരുവാൻ വേണ്ടിയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാവുകളുടെ കെട്ടഴിക്കുന്ന തളർന്നിരിക്കുന്ന അനേകരെ താങ്ങുവാൻ, വാക്കുകൊണ്ട് താങ്ങുവാൻ, ഈ ജീവന്റെ വചനം കൊണ്ട് താങ്ങുവാൻ, ഈ വചനം പകർന്നു കൊടുക്കാൻ, ജീവിപ്പിക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, ഭാവി തരുന്നവൻ ഇന്നുമുണ്ട് എന്ന ആ ഒരു ഉറപ്പിലേക്ക് അനേകരെ നയിക്കുവാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിന് അവൻ തളർന്നിരിക്കുന്നവരെ താങ്ങേണ്ടതിന് നമ്മുടെ നാവുകളെ അവൻ ശിഷ്യന്മാരുടെ നാവുകളെ പോലെ ആക്കി. ശിഷ്യന്മാർ കേട്ടതുപോലെ, ആ ജീവനായകന്റെ ആ തിരുവായ് മൊഴികൾ കേട്ടതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലിരുന്ന് ഈ ജീവന്റെ വചനം കേൾക്കുവാൻ, ഈ വചനത്താൽ ജീവൻ പ്രാപിക്കുവാൻ അവൻ നമ്മുടെ ചെവികളെ തുറക്കുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വിരൽ അവൻ്റെ ചെവിയിലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. എന്നിട്ട് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. എന്തുകൊണ്ടാണ് കർത്താവ് നെടുവീർപ്പിട്ടത്? എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നു വന്നു. നാളുകളായി ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ ശക്തി എന്തെന്നറിയാതെ, രക്ഷകൻ ജീവിക്കുന്നു എന്നറിയാതെ, വിടുവിക്കുന്നവൻ ജീവിക്കുന്നു എന്നറിയാതെ ഈ എൻ്റെ സൃഷ്ടി ദുഷ്ടനായ പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോയല്ലോ എന്ന ആ അതിവേദനയിൽ കർത്താവ് നെടുവീർപ്പിട്ടു. സ്വർഗത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എഫത്ത എന്ന അർത്ഥത്തിൽ തുറന്നു വരിക ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ ശരിയായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഉടനെ ആ കർത്താവായ യേശുക്രിസ്തു എഫത്ത എന്ന് പറഞ്ഞ് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ആ വാക്ക് പറഞ്ഞ അതേ നിമിഷത്തിൽ അവൻ്റെ ചെവികൾ തുറന്നു. ജീവനായകന്റെ ശബ്ദം അവൻ കേട്ടു. അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ ശരിയായി സംസാരിച്ചു തുടങ്ങി. എൻ്റെ കർത്താവിന് സ്തോത്രം. കർത്താവ് സ്വാതന്ത്ര്യം തന്നാൽ സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. ജീവനായകൻ ജീവൻ പകർന്നു തന്നാൽ അതിനെ എടുത്തു കളയാൻ ദുഷ്ടനായ പിശാചിന് കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. വീണ്ടും കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. എൻ്റെ ദൈവത്തിന് മഹത്വം. കർത്താവ് ആ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് അവനെ വേറിട്ട് മാറ്റി നിർത്തി അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്തു. എൻ്റെ ദൈവമേ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം.
മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ പ്രവാചകനിലൂടെ എഴുതി വെച്ചു, മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ തുടങ്ങുന്നു. നമ്മുടെ പഴയ കാലം ഏറെ മോശമായിരിക്കാം. നാം ദൈവത്തെ അറിയാതെ പിശാചിന് അടിമപ്പെട്ട് പാപ വഴികളിലൂടെ നടന്നവരായിരിക്കാം. ദൈവത്തെ ദുഃഖിപ്പിച്ച് നടന്നവരായിരിക്കാം. ജീവനില്ലാതെ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് നടന്നവരായിരിക്കാം. എന്നാൽ ദൈവസ്നേഹം ഇപ്പോൾ നമ്മെ ഓർപ്പിക്കുകയാണ്, നീ മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഞാൻ ഇത് പുതിയതൊന്ന് ചെയ്യുകയാണ്, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിക്കാത്ത കാര്യമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ. നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ആരും അറിയാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ആരും കണ്ടിട്ടില്ലാത്ത ആ അനുഗ്രഹം ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ ചെകിടൻ കർത്താവിൻ്റെ കരത്താൽ അവൻ്റെ അടഞ്ഞ് ചെവി തുറന്നു കിട്ടി. അവൻ്റെ ആ നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ ശരിയായി സംസാരിച്ചു. എന്താണ് ശരിയായ സംസാരം? ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവനെ സ്തുതിക്കുക. എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നതെന്ന് തിരിച്ചറിഞ്ഞ്, ഞാൻ എവിടെ പോകേണ്ടതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നാം യാത്ര ചെയ്യുമ്പോഴെല്ലാം വഴികളിൽ അനേകം പള്ളികൾ കാണാറുണ്ട്, കുരിശിൻ തൊട്ടികൾ കാണാറുണ്ട്, അതിൻ്റെ മുകളിൽ ഉയർത്തപ്പെട്ട കുരിശ് കാണാറുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണിത് വെളിവാക്കുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും നിരാശപ്പെട്ട് തകർന്നവരായി തലകുമ്പിട്ടവരായി പോകുമ്പോൾ ഒന്ന് തലയുയർത്തി നോക്കിയാൽ ആ കുരിശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ ഹൃദയത്തിലേക്ക് ഈ ചിന്ത വരണം, എൻ്റെ അടഞ്ഞുപോയ ഭാവി, എൻ്റെ തകർന്നു പോയ ജീവിതം, നാളെ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വിചാരിച്ച് തകർന്നു കിടക്കുമ്പോൾ, എൻ്റെ മക്കളുടെ ഭാവിയെ ഓർത്ത് തകർന്നു കിടക്കുമ്പോൾ, മക്കൾ ദൈവവഴിയിൽ നടക്കാതെ അകന്നകന്നു പോകുന്ന അവസ്ഥയിൽ നടക്കുമ്പോൾ, ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളാൽ, പെട്ടെന്ന് വന്ന രോഗാവസ്ഥകളാൽ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് തകർന്ന് നടക്കുമ്പോൾ തല ഉയർത്തിയൊന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഒരു കുരിശ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. താണു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏതൊരുവനെയും ഉയർത്താൻ ഞാൻ തകർക്കപ്പെട്ടു, ഞാൻ ഉയർത്തപ്പെട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തകർന്ന് നാശക്കുഴിയിൽ കിടന്ന ഓരോരുത്തരെയും രക്ഷിക്കാൻ നിത്യനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് അവൻ നമ്മെ ഉയർത്തിയത്? അവൻ നമ്മുടെ പാപങ്ങളെല്ലാം തൻ്റെ ശരീരത്തിൽ വഹിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി താൻ തകർക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ ദൈവം പാപമാക്കി മാറ്റി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഭാവി തരാൻ, നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും വരുമ്പോൾ, ഓരോ വിജയങ്ങളും വരുമ്പോൾ, ഓരോ ഉന്നതികളും വരുമ്പോൾ നാം നന്ദിയോടെ ഓർക്കണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഉന്നതിയുടെ മുമ്പിൽ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ അഭിവൃദ്ധിക്ക് കാരണം, എൻ്റെ കുടുംബത്തിൽ ഞാൻ സമാധാനം അനുഭവിക്കുന്നതിന് കാരണം എനിക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു. എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ, ദുഷ്ടനായ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുവൻ മനസ്സായി. അവൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. തകർക്കപ്പെട്ടത് മാത്രമല്ല, അവൻ എൻ്റെ പാപത്തിൻ്റെ മരണം ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ദൈവസന്നിധിയിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ രക്തം ആ ദൈവത്തിൻ്റെ കോടതിയിൽ കെട്ടിവെച്ചു. ദൈവത്തിന് സ്തോത്രം. ആ രക്തത്തിലൂടെയാണ് നമുക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും, പിതാവേ, ഞാൻ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്, അവിടെ നിന്നൊന്ന് നോക്കണമേ എന്ന് പറയുമ്പോൾ താൻ പിതാവാൻ ദൈവം നോക്കുന്നത്
തൻ്റെ പുത്രൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. നേരായി സംസാരിക്കാൻ പഠിപ്പിക്കുന്ന രക്തം, ശരിയായി സംസാരിക്കാൻ പഠിപ്പിക്കുന്ന രക്തം, ജീവന്റെ വചനം കേൾക്കാൻ പഠിപ്പിക്കുന്ന രക്തം. ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഒരു കാര്യം ചിന്തിക്കണം. ഈ ഭൂമിയിലെ ശവക്കുഴി വരെ നിൽക്കുന്ന ലൗകികമായ കാര്യങ്ങളിലേക്കല്ല നാം നോക്കേണ്ടത്. ഉയരത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരായിരിക്കണം, ഉയരത്തിലുള്ളേക്ക് നോക്കുന്നവരായിരിക്കണം. നമുക്ക് വേണ്ടി ഭാവി ഒരുക്കുവാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം നമ്മെ ചേർക്കാൻ വീണ്ടും വരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗത്തിലെ അപ്പ, ഞങ്ങളെ സന്ദർശിക്കുന്ന സ്വർഗീയ സ്നേഹമേ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ ചെവികളെ ഒരിക്കൽ കൂടി അവിടെ നിന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ നാവുകളിൻ്റെ കെട്ട് അഴിച്ചു തരണമേ കർത്താവേ. നിന്നെ ഒന്ന് ആർത്തുപാടി സ്തുതിക്കാൻ കർത്താവേ അടിയങ്ങൾക്ക് ഭാഗ്യം തരണമേ. അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ തലമുറയും എൻ്റെ കർത്താവേ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ തക്കണം ഈ ഭൂമിയിൽ യേശുക്രിസ്തു നൽകുന്ന പ്രകാശം വഹിക്കുന്നവരായി, ഈ ജീവന്റെ വചനം വഹിക്കുന്നവരായി, യേശുവിനെ ഉയർത്തുന്നവരായി, യേശുവിങ്കിലേക്ക് അനേകരെ നയിക്കുന്നവരായി നിൽക്കാൻ കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.